ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥ. എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമായി വരുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസും ഇനി ഈ ഗ്ലാൻസ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസുമാണ്. എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളും അവരുടെ സെക്രീഷൻസ് ആയ ഹോർമോൺസുമാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇനി ഈ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷനായ ഹോർമോൺസിനോടൊപ്പം എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശരീരത്തിലുള്ള മറ്റു ചില ഭാഗങ്ങൾ കൂടി ഈ ഒരു സിസ്റ്റത്തിന് പങ്കെടുക്കുന്നുണ്ട്. അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് മറ്റു ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളും കൂടി പങ്കെടുക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു ഹോർമോൺസിൻ്റെയും അതുപോലെ ഈ ഗ്ലാൻസിൻ്റെയും ഒക്കെ മൊത്തത്തിലുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന്. എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഗ്രന്ഥികളെന്ന് പറയുന്നത് ഡക്റ്റിലസ് ഗ്ലാൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസിന് വിളിക്കുന്ന പേരാണ് ഹോർമോൺസ് എന്ന്. ഈ ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേക തരത്തിലുള്ള നാളികളൊന്നും നമ്മുടെ ശരീരത്തിൽ കാണുന്നില്ല. അപ്പം നാളികളില്ലാത്തത് കൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് നാളീരഹിത ഗ്രന്ഥികൾ അല്ലെങ്കിൽ ഡക്റ്റിലസ് ഗ്ലാൻസ് എന്ന്. അപ്പം നാളികളില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഹോർമോൺസിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നതെന്ന് നോക്കാം. പ്രത്യേക തരത്തിലുള്ള നാളികളൊന്നും ഇല്ലാത്തത് കാരണം ഈ ഹോർമോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് രക്തത്തിലൂടെയാണ്. അപ്പം എൻഡോക്രൈൻ ഗ്ലാൻസ് റിലീസ് ചെയ്യുന്ന അവരുടെ സെക്രീഷൻസ് ആയ ഹോർമോൺസിനെ രക്തത്തിലൂടെയാണ് ഈ ഹോർമോൺ എവിടെയാണോ ആക്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് എത്തിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്തൊക്കെ പാർട്ടാണെന്ന്. എൻഡോക്രൈൻ ആ സിസ്റ്റത്തിലെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ മസ്തിഷ്കത്തിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമുക്കറിയാം മസ്തിഷ്കത്തിലെ ശരീരത്തിൻ്റെ ആന്തര സമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 2 തരത്തിലുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം പറയുന്ന കൂട്ടത്തിൽ ഹൈപ്പോതലാമസിനെ കൂടി ഉൾപ്പെടുത്തുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള മറ്റൊരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ പീനിയൽ ഗ്ലാൻഡ്. അതിനുശേഷം താഴോട്ട് നോക്കുകയാണെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അതിൻ്റെയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ തൈമസ് ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട്. പിന്നീടുള്ളവരാണ് പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ്, അതുപോലെ ഓവറിയുമുണ്ട്, ടെസ്റ്റിസുമുണ്ട്. ഇനി നമ്മൾ മെയിൽസിലാണ് നോക്കുന്നതെങ്കിൽ ടെസ്റ്റിസ് ആണ് കാണുന്നത്, ആണെങ്കിൽ ഓവറിയാണ് കാണുന്നത്. അപ്പം എൻഡോക്രൈൻ സിസ്റ്റം പറയുന്ന സമയത്ത് നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഹൈപ്പോതലാമസ് ഉണ്ട്. ഇനി ഗ്ലാൻഡിലേക്ക് വരുവാണെങ്കിൽ പിറ്റ്യൂട്ടറി, പീനിയൽ, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ്സ്, ഓവറി, ടെസ്റ്റിസ്. ഇതിൽ ഓവറി ഫീമെയിലിനും ടെസ്റ്റിസ് മെയിലിനുമാണ് കാണുന്നത്. ആദ്യത്തേതാണ് ഹൈപ്പോതലാമസ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആളാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. അപ്പം ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമുക്കറിയാം പൂർവ്വ മസ്തിഷ്കത്തിലെ ഡയൻസെഫലോണിന് താഴെയായിട്ട് കാണുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ മസ്തിഷ്കത്തിൽ ഉള്ള ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, അതുപോലെ തലാമസ്, ഹൈപ്പോതലാമസ്, മെഡുല ഒബ്ലോങ്കേറ്റ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ. ഇതിൽ പൂർവ്വ മസ്തിഷ്കം അല്ലെങ്കിൽ ഫോർ ബ്രെയിനിൽ ഡയൻസെഫലോണിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസിൻ്റെ ധർമ്മമാണ് ആന്തര സമസ്ഥിതി പരിപാലനം. ഇനി ഈ ഹൈപ്പോതലാമസിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ന്യൂറോ സെക്രീറ്ററി സെല്ലുകളുണ്ട്. ഈ സെല്ലുകൾക്ക് വിളിക്കുന്ന പേരാണ് ന്യൂക്ലി.
ന്യൂക്ലി എന്ന് അറിയപ്പെടുന്ന ന്യൂറോ സെക്രീറ്ററി സെല്ലുകളാണ് ഹൈപ്പോതലാമസിൽ നിന്നുമുള്ള 2 തരത്തിലുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്, അതായത് സെക്രീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഹൈപ്പോതലാമസിൽ നിന്നും ന്യൂക്ലി എന്ന് അറിയപ്പെടുന്ന ന്യൂറോ സെക്രീറ്ററി സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺസുകളാണ് ഒന്ന് റിലീസിങ് ഹോർമോണും രണ്ടാമത്തത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും. റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോർമോൺ ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ ഉണ്ടാവുകയും അവിടെ നിന്നും നേരെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പം ഹൈപ്പോതലാമസിനോട് ചേർന്ന് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഈ റിലീസിങ് ഹോർമോൺ എത്തിയിട്ട് ഈ ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇവർ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുവാണ് വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഹോർമോൺസിനെ റിലീസ് ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള റിലീസിങ് ഹോർമോണിന് എക്സാമ്പിളാണ് GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാവുന്നതാണ് ഗൊണാഡോട്രോപ്പിൻസ് എന്നറിയപ്പെടുന്നത് 2 ഹോർമോൺസ് ആണ്. അവരാണ് ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലെങ്കിൽ LH-ഉം ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ FSH-ഉം. അപ്പം ഗൊണാഡോട്രോപ്പിൻസ് എന്നറിയപ്പെടുന്നത് LH-ഉം FSH-ഉമാണ്. ഈ ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്ന LH-നെയും FSH-നെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇവരെ 2 പേരെയും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് ഒരാൾ വന്ന് പറയണം അവിടെ നിന്നും ഈ LH-നെയും FSH-നെയും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അങ്ങനെ പറയാനായിട്ട് വരുന്ന ആളാണ് GnRH അല്ലെങ്കിൽ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ്. ഈ GnRH വരുന്നത് ഹൈപ്പോതലാമസിൽ നിന്നുമാണ്, അതായത് GnRH-നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഇനി ഹൈപ്പോതലാമസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഹോർമോൺസിന് വിളിക്കുന്ന പേരാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഈ റിലീസിങ് ഹോർമോൺ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ഷനാണ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ചെയ്യുന്നത്. അതായത് അവർ വന്നിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. എന്തിന് ഇൻഹിബിറ്റ് ചെയ്യുന്നു? വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ നിർത്തിവെക്കാനായിട്ടാണ് അവർ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോണിൻ്റെ എക്സാമ്പിളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ് ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് ഹോർമോൺ ആണെന്ന്. അപ്പം ഈ ഗ്രോത്ത് ഹോർമോൺസിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. ഇനി ഗ്രോത്ത് ഹോർമോണൊക്കെ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനായി കഴിയുന്ന സമയത്ത് ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെക്കണം. അങ്ങനെ നിർത്തിവെക്കാനായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയാൻ വരുന്ന ആളാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. അപ്പം സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആണ്. ഈ ഹോർമോൺ ഉണ്ടാകുന്നത് ഹൈപ്പോതലാമസിലാണ്. ഹൈപ്പോതലാമസിൽ നിന്നും ഇവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഹൈപ്പോതലാമസിൽ ഉണ്ടാകുന്ന ഈ 2 തരത്തിലുള്ള ഹോർമോൺസ്, അതായത് റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും ഹൈപ്പോതലാമസിൽ ഉണ്ടായിട്ട് അവിടെ നിന്നും അവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുന്നത് ഇവർക്ക് നാളുകളൊന്നും ഇവരെ കൊണ്ടുവരാനായിട്ട് കാണുന്നില്ല. അപ്പം നാളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേക തരത്തിലുള്ള ചില ന്യൂറോൺസ്, അതായത് ചില ആക്സോൺസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുന്നത്. അപ്പം ഈ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നതിൽ ബ്രെയിനിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണുന്ന ഇതാണ് അതിൻ്റെ സെറിബെല്ലം. ഇനി ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഹൈപ്പോതലാമസിനോട് കണക്ട് ചെയ്ത് തന്നെയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡും കാണുന്നത്. നെക്സ്റ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള ഒരു ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന്. ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് അറിയപ്പെടുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ വലിയ സൈസൊന്നുമില്ല, ചെറിയ ഒരു പയർ വിത്തിൻ്റെ ഒരു അത്രയും തന്നെ ഒരു ചെറിയ സൈസിലുള്ളതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതായത് ഇതിനെ നോക്കുകയാണെങ്കിലും ഒരു പി ഷേപ്പ് ആയിരിക്കും ഇതിനുള്ളത്, വളരെ ചെറിയൊരു സൈസാണുള്ളത്.
ഇത്രയും വളരെ ചെറിയ സൈസ് ആണെങ്കിൽ പോലും നമ്മുടെ ബോഡിയിലുള്ള ഒരുവിധം എല്ലാ തരത്തിലുള്ള ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന്. ഇനി ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിനകത്തിൽ കാണപ്പെടുന്ന സെല്ല ടെർസിക്ക എന്ന് പറയുന്ന ഒരു അസ്ഥി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അറയ്ക്കുള്ളിലായിട്ടാണ്. അസ്ഥി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സെല്ല ടെർസിക്ക എന്നറിയപ്പെടുന്ന ഒരു അറയ്ക്കുള്ളിലാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇനി ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും അതുപോലെ നമ്മുടെ ഹൈപ്പോ തലാമസിനെയും തമ്മിൽ കണക്ട് ചെയ്താണ് ഇരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇവരെ രണ്ടുപേരെയും കൂടി കണക്ട് ചെയ്യിപ്പിക്കുന്നതിനായിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ കാണപ്പെടുന്ന ഒരു സ്റ്റോക്ക് റീജിയൻ ഉണ്ട്. ഈ സ്റ്റോക്കിന് പറയുന്ന പേരാണ് ഇൻഫെൻഡിബുലം. ഇൻഫെൻഡിബുലം എന്നാണ് ഈ സ്റ്റോക്കിന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നതിൽ ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഇൻഫെൻഡിബുലം എന്ന് അറിയപ്പെടുന്നത്. ഈ ഹൈപ്പോ തലാമസ് ആണ് ഈ ഭാഗത്തായിട്ട് കാണുന്നത്. ഹൈപ്പോ തലാമസിൽ നിന്നുമുള്ള ചില സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലിൻ്റെ സഹായത്തോടു കൂടിയാണ് അവരുടെ സെക്രീഷൻസ് ആയിട്ടുള്ള ഹോർമോൺസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തുന്നത്. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ രണ്ട് ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും. ഇതിൽ അഡിനോ ഹൈപ്പോഫൈസിസിനെ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ആ രണ്ട് ഭാഗങ്ങളാണ് പാർസ് ഡിസ്റ്റാലിസും അതുപോലെ പാർസ് ഇൻ്റർമീഡിയയും. അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളാണ് അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസും. അതിൽ അഡിനോ ഹൈപ്പോഫൈസിസിനെ വീണ്ടും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു, പാർസ് ഡിസ്റ്റാലിസും പാർസ് ഇൻ്റർമീഡിയയും. ഇതിൽ പാർസ് ഡിസ്റ്റാലിസിനെ അറിയപ്പെടുന്ന കോമൺ നെയിമാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. നമ്മൾ എപ്പോഴും ഈ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് ഈ ഹോർമോൺ. അങ്ങനെ നമ്മൾ പല ഹോർമോൺസിനെ പറ്റിയും പറയാറുണ്ട്. എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും. അപ്പം ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഒരു ഭാഗമായ അഡിനോ ഹൈപ്പോഫൈസിസിനെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നതിൽ ഒരു പാർട്ടാണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാർസ് ഡിസ്റ്റാലിസ് എന്ന് വിളിക്കുന്നത്. ഈ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് GH, അതായത് ഗ്രോത്ത് ഹോർമോൺസ്, പിന്നെ പ്രൊലാക്റ്റിൻ, TSH, ACTH, LH ആൻഡ് FSH. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ പേരാണ് പാർസ് ഇൻ്റർമീഡിയ എന്ന് പറയുന്നു. ഈ പാർസ് ഇൻ്റർമീഡിയയിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്നത് ഒരു ഹോർമോൺ മാത്രമാണ്. അതാണ് MSH, അതായത് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ്. നമ്മുടെ ബോഡിയുടെ പിഗ്മെൻറ്റേഷനുമായി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഹോർമോണാണ് MSH. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ അഡിനോ ഹൈപ്പോഫൈസിസ് ഉള്ളതുപോലെ തന്നെ കാണുന്ന രണ്ടാമത്തെ പാർട്ടിൻ്റെ പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഈ ന്യൂറോ ഹൈപ്പോഫൈസിസിന് മറ്റു രണ്ട് പേരുകൾ കൂടിയുണ്ട്. പാർസ് നെർവോസ എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നുമാണ് അറിയപ്പെടുന്നത്. ന്യൂറോ ഹൈപ്പോഫൈസിസിൻ്റെ മറ്റു പേരുകളാണ് പാർസ് നെർവോസ എന്നും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഇതാണ് ഇതിൻ്റെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് ഈ കാണുന്നത്. ഈ കൊടുത്തിരിക്കുന്നതാണ് അഡിനോ ഹൈപ്പോഫൈസിസ്. അപ്പം ന്യൂറോ ഹൈപ്പോഫൈസിസിൻ്റെ മറ്റു പേരുകളാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നൊക്കെ വിളിക്കുന്നത്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഹോർമോൺസിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇവർ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഹോർമോൺസ് ആണ് GH, പ്രൊലാക്റ്റിൻ, TSH, ACTH, LH, FSH. എന്നാൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പകരം ഹൈപ്പോ തലാമസിൽ നിന്നും വരുന്ന ഹോർമോൺസിനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അവിടെ സൂക്ഷിച്ചു വെക്കുകയും ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്നും റിലീസ് ചെയ്യിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള രണ്ട് ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും.
ഇനി നമ്മൾ നോക്കുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും അതിൻ്റെ ധർമ്മങ്ങളും എന്തൊക്കെയാണെന്ന്. നമ്മൾ പറഞ്ഞു മെയിനായിട്ടും 6 ഹോർമോൺസ് ആണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഉണ്ടാകുന്നത്. അതിലൊന്നാണ് GH അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺസ്. ഈ ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളാണ് സൊമാറ്റോട്രോപിനൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ നോർമൽ ഗ്രോത്ത്, അതായത് ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺസ് ആണ്. ഇനി ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന, അതായത് വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ജൈജാൻറ്റിസം. ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളതിനേക്കാളും കൂടിയിട്ട് ഭീമാകാരത്വം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. അതാണ് ജൈജാൻറ്റിസം. ഇനി വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ് ഡ്വാർഫിസം, അല്ലെങ്കിൽ ഇതിനെ വാമനത്വം എന്നും പറയുന്നുണ്ട്. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. അക്രോമെഗലി എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് നമ്മുടെ വളർച്ചാ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഗ്രോത്ത് ഹോർമോൺ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ഓവറായിട്ട് ഗ്രോത്ത് നടക്കുന്നു. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൈവിരലുകൾ, അതുപോലെ കാൽപാദത്തിലുള്ള അസ്ഥി, കയ്യിലുള്ള അസ്ഥികൾ, അതുപോലെ നമ്മുടെ താടിയെല്ല്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഓവറായിട്ട് വളരുകയും നമ്മുടെ ബോഡിയുടെ നോർമൽ ഷേപ്പ് തന്നെ മാറിപ്പോവുകയും ചെയ്യുന്നു. ഇത്തരം കണ്ടീഷന്, ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് അക്രോമെഗലി എന്ന്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന രണ്ടാമത്തെ ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ശരിക്കും പ്രഗ്നൻസി ടൈമിൽ മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നതാണ്. അതോടൊപ്പം മിൽക്കിൻ്റെ പ്രൊഡക്ഷനും സഹായിക്കുന്നതാണ് പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ മാമറി ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷനും മാമറി ഗ്ലാൻഡിൻ്റെ ഗ്രോത്തിനും അതോടൊപ്പം മിൽക്കിൻ്റെ പ്രൊഡക്ഷനുമാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഹോർമോണാണ് TSH. TSH എന്ന് പറഞ്ഞാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ ഹോർമോൺ അവിടെ നിന്നും വന്നിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുകയും തൈറോയിഡ് ഗ്ലാൻഡിനെ ഇവർ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു? തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുമുള്ള ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നടത്താനായിട്ട്, അതായത് തൈറോക്സിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നവരാണ് TSH. മറ്റൊരു ഹോർമോണാണ് ACTH അല്ലെങ്കിൽ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത്. ACTH അല്ലെങ്കിൽ അഡ്രിനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ, അതായത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഉണ്ടാവുകയും അവിടെ നിന്നും ഇവർ വന്നിട്ട് നമ്മുടെ അഡ്രിനൽ കോർട്ടക്സിനെ ആണ് ഇവർ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്നറിയപ്പെടുന്ന സ്റ്റീറോയിഡ് ഹോർമോൺ. അപ്പം ഈ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഹോർമോൺ അഡ്രിനൽ കോർട്ടക്സിൽ നിന്നും ഉണ്ടാകണമെങ്കിൽ അതിന് ഇൻഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അഡ്രിനൽ കോർട്ടക്സിനെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന ഹോർമോണാണ് ACTH. ഇത് ഉണ്ടാകുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോണാണ് LH-ഉം FSH-ഉം. LH അല്ലെങ്കിൽ ലൂട്ടനൈസിങ് ഹോർമോൺ, FSH അല്ലെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ LH എന്നും FSH എന്നും അറിയപ്പെടുന്ന ഈ രണ്ട് ഹോർമോൺസും ഓരോ ഗൊണാഡോട്രോപ്പിൻസ് ആണ്. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഗൊണാഡ്സിലാണ്, അതായത് ടെസ്റ്റിസിലും ഓവറിയിലും ആക്ട് ചെയ്യുന്നവരാണ് LH-ഉം FSH-ഉം. അപ്പം LH-ൻ്റെയും FSH-ൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ഇനി ഇവിടെ ഉണ്ടായതിന് ശേഷം ഇവർ വന്ന് ആക്ട് ചെയ്യുന്നത് ഗൊണാഡ്സിലാണ്. LH എന്ന് പറയുന്ന ഈ ഹോർമോൺ, ഇതിനെ നമ്മൾ LH അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് വിളിക്കുന്നത് ഇവർ ഫീമെയിൽസിൽ കാണുമ്പോഴാണ്. അപ്പോൾ ഫീമെയിൽസിൽ കാണുമ്പോഴാണ് ഇവരെ നമ്മൾ ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലെങ്കിൽ LH എന്ന് വിളിക്കുന്നത്. ഈ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ധർമ്മമാണ് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും ഓവുലേഷന് സഹായിക്കുന്നു. നമ്മുടെ യൂട്രസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. അപ്പം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ, അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്.
അപ്പോൾ ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും ഇത് നമ്മൾ ഓവുലേഷന് സഹായിക്കുന്നതാണ് LH. അതോടൊപ്പം ഓവുലേഷനൊക്കെ നടന്നതിന് ശേഷം ഇതിൻ്റെ റെമനൻസ് ആയിട്ടുള്ള കോർപ്പസ് ലൂട്ടിയത്തിനെ സംരക്ഷിക്കുന്നതും ലൂട്ടിനൈസിങ് ഹോർമോണാണ്. അപ്പം ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ധർമ്മമാണ് ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും ഓവുലേഷന് സഹായിക്കുന്നു, കോർപ്പസ് ലൂട്ടിയത്തിനെ സംരക്ഷിച്ച് നിർത്തുന്നു, അതോടൊപ്പം പ്രൊജസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നതും ലൂട്ടിനൈസിങ് ഹോർമോണാണ്. ഇനി ലൂട്ടിനൈസിങ് ഹോർമോൺ തന്നെ മെയിൽസിലാണ് കാണുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ICSH അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ICSH അല്ലെങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സെൽ എന്നൊക്കെ പറയുന്നത് ശരിക്കും മെയിൽസിൻ്റെ ടെസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന സെല്ലാണ്. അപ്പം ഈ ICSH എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ ധർമ്മമാണ് അവർ ടെസ്റ്റിസിൽ കാണപ്പെടുന്ന ലേഡിക് സെൽ എന്ന് പറയുന്ന സെല്ലിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു, അവിടെ നിന്നും ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നടത്താനായിട്ട്. അപ്പം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ഉണ്ടാകുന്ന ICSH എന്ന് പറയുന്നത് ടെസ്റ്റിസിലാണ് ആക്ട് ചെയ്യുന്നത്. അവർ ടെസ്റ്റിസിൽ നിന്നും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷനെയാണ് സഹായിക്കുന്നത്. ഇനി ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നതിൽ രണ്ടാമത്തതാണ് FSH അല്ലെങ്കിൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഇത് FSH എന്ന് പറയുന്നത് ഫീമെയിൽസിൽ ചെയ്യുന്ന ധർമ്മമാണ് ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, അതായത് ഒവേറിയൻ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നതും FSH ആണ്. ഇനി FSH മെയിൽസിലാണ് കാണുന്നതെങ്കിൽ മെയിൽസിൽ FSH ചെയ്യുന്ന ധർമ്മമാണ് സ്പെർമാറ്റോജെനിസിസിനെ റെഗുലേറ്റ് ചെയ്യുന്നു. സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേമിൻ്റെ പ്രൊഡക്ഷൻ. അപ്പം മെയിൽസിൽ സ്പെർമാറ്റോജെനിസിസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് FSH എന്ന് പറയുന്ന ഹോർമോൺസ്. അപ്പം ഈ FSH എന്നും അല്ലെങ്കിൽ LH എന്നും പറയുന്നത് രണ്ടിൽ മെയിൽസിനും ഫീമെയിൽസിനും അത് കാണുന്നുണ്ട്. പക്ഷെ രണ്ടു പേർക്കും ഇവർ ചെയ്യുന്നത് രണ്ട് ധർമ്മങ്ങളായിരിക്കും. ഇനി നമ്മുടെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഇതിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഒരു ഭാഗമായ അഡിനോ ഹൈപ്പോഫൈസിസിന് രണ്ട് പാർട്ടുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോണാണ് MSH എന്ന് പറയുന്നത്. MSH എന്ന് പറയുന്ന ഈ ഒരു ഹോർമോണാണ് ശരിക്കും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ സഹായിക്കുന്നത്. MSH എന്ന് പറഞ്ഞാൽ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നാണ് ഇതിൻ്റെ പേര്. ഇവനാണ് നമ്മുടെ ബോഡിയിലുള്ള മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തുവിൻ്റെ പ്രൊഡക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുന്ന ഹോർമോണാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കളർ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് MSH. നെക്സ്റ്റ് നോക്കുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും അവിടെ നിന്നും സെക്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഹോർമോൺസ് എന്തൊക്കെയാണെന്ന്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഭാഗം ഹോർമോൺസിനെ ഒന്നും അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, മറിച്ച് അവർ ഹോർമോൺസിനെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ശരീരത്തിന് ആവശ്യമുള്ള സമയത്ത് അതിനെ അവിടെ നിന്നും റിലീസ് ചെയ്യിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ സ്മൂത്ത് മസിലിൻ്റെ കോൺട്രാക്ഷന് സഹായിക്കുന്നത്. അപ്പോൾ സ്മൂത്ത് മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ നമ്മുടെ ഡെലിവറി സമയത്ത് യൂട്രസിൻ്റെ കോൺട്രാക്ഷന് സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹോർമോണിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ബർത്ത് ഹോർമോൺ എന്നും പറയുന്നുണ്ട്. അതായത് ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് പ്രസവം സുഗമമാക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഓക്സിറ്റോസിന് മറ്റു ഒരു ഫങ്ഷൻ കൂടിയുണ്ട്, അതാണ് മിൽക്കിൻ്റെ ഇജക്ഷനെ സഹായിക്കുക. മാമറി ഗ്ലാൻഡിൽ നിന്നുമുള്ള മിൽക്കിൻ്റെ ഇജക്ഷനെ സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. ഇതിനു മുന്നേ നമ്മൾ മറ്റൊരു ഹോർമോണിൻ്റെ പേര് പറഞ്ഞിരുന്നു പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ മാമറി ഗ്ലാൻഡിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുക, അതോടൊപ്പം മിൽക്കിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്നതും ആരാണ്? പ്രൊലാക്റ്റിനാണ്. എന്നാൽ മിൽക്കിൻ്റെ ഇജക്ഷൻ, അതായത് നമുക്ക് ചൈൽഡ് ബർത്തിന് ശേഷം മിൽക്കിൻ്റെ ഇജക്ഷനെ സഹായിക്കുന്നത് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും വരുന്ന രണ്ടാമത്തെ ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. ADH എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ.
വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയിൽ നിന്നുമുള്ള വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഹോർമോണാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം കൂടുതലായിട്ട് പുറത്തു പോകാതെ, കൂടുതലായിട്ടുള്ള വെള്ളത്തിൻ്റെ നഷ്ടം ഉണ്ടാവാതെ ഈ വാട്ടറിൻ്റെ റീ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്നത്. അപ്പം ഈ ADH അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ബോഡിയിൽ നിന്നും എക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ ലെവലിൽ വാട്ടർ പുറത്തു പൊയ്ക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കൂടിയ അളവിലുള്ള ജലനഷ്ടം മൂലം നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ ഡെഫിഷ്യൻസി മൂലം നമ്മുടെ ശരീരത്തിൽ നിന്നും കൂടിയ അളവിൽ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതായത് യൂറിൻ എന്ന് പറയുന്ന രൂപത്തിൽ. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ വാസോപ്രസിൻ അല്ലെങ്കിൽ ADHൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി നമ്മൾ നോക്കുന്ന നമ്മുടെ അന്തസ്രാവി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ടാമത്തെ ഗ്ലാൻഡ് ആണ് പിനിയൽ ഗ്ലാൻഡ്. പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ പിനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലായിട്ടാണ്. അപ്പം ഫോർ ബ്രെയിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൂർവ്വ മസ്തിഷ്കത്തിലെ ഡോർസൽ സൈഡിലായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഈ മസ്തിഷ്കത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പീനിയൽ ഗ്ലാൻഡിനെ നമ്മൾ പറയുന്നത് ബയോളജിക്കൽ ക്ലോക്ക് എന്നാണ്. അതായത് പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലാട്ടോണിൻ. പീനിയൽ ഗ്ലാൻഡിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. ഈ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൻ്റെ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ബോഡി റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആവുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരുന്നു, അതുപോലെ നേരം വെളുത്തു വരുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കം വിട്ട് നമ്മൾ ഉണർന്നു വരുന്നു. ഇങ്ങനെയുള്ള സ്ലീപ്പ് വേക്കം സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ താപനില മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും മെലാട്ടോണിന് ഒരു പ്രധാന പങ്കുണ്ട്. മെലാട്ടോണിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ മറ്റു ധർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതോടൊപ്പം പിഗ്മെൻറ്റേഷനെയും ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് മെലാട്ടോണിൻ. അതുപോലെ മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മെൻസ്ട്രൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ പ്രജനന കാലഘട്ടം കാണിക്കുന്ന ജീവികളിൽ അവരുടെ പ്രത്യുൽപാദനത്തിനെ കൺട്രോൾ ചെയ്യുന്നതിനും മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന് ഒരു പ്രധാന ധർമ്മമുണ്ട്. ഇപ്പം മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണിന് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഈ മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകുന്നത് പീനിയൽ ഗ്ലാൻഡിലാണ്. പീനിയൽ ഗ്ലാൻഡിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന്. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണമാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ബോഡി റിതംസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് നമ്മുടെ അന്തസ്രാവി സിസ്റ്റമാണ്. അതായത് എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2-3 ഗ്ലാൻഡ്സ് ആണ് നോക്കിയത്. ഇതിൻ്റെ ബാക്കി പോർഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.